KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം അജ്മീർ ഷെരീഫിൽ ആരംഭിച്ചു. തത്സമയം KMICയിൽ. കാന്തപുരം ഉസ്താദിനെതിരെ പ്രതിഷേധം. ചേളാരി വിഭാഗം വീണ്ടും അപഹാസ്യരാവുന്നു. നാളേക്കൊരു തണൽ. SSF പരിസ്ഥിതി വാരാചരണം മന്ത്രി തിരുവഞ്ചൂർ ഉദ്ഘാടനം ചെയ്തു. പാതിരാത്രി വന്നു വിളിച്ചാലും വാതിൽ തുറക്കുമെന്ന് മുസ്ലിം നേതാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രത്തിലാദ്യമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ലാഭത്തിൽ, അതും 100 കോടി രൂപ. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീംരാജ് ഉൾപ്പെടെ 7 പേർ അറസ്റ്റിൽ. മണിപ്പൂരിൽ തീവ്രവാദി ആക്രമണം, 10 സൈനികർ കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ സ്കൂൾ അവധി, യാത്രാനിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചാ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ലംഘനമെന്ന് അറബ് പത്രം. നായ കടിച്ചാൽ കുടുങ്ങി, സംസ്ഥാനത്ത് പ്രതിരോധമരുന്നില്ല. വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ തീവ്രവാദി ആക്രമണത്തിൽ 10 സൈനികർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റു. ചാണ്ടൽ ജില്ലയിൽ സൈന്യത്തിന്റെ വാഹനവ്യൂഹത്തിന് നേരെ ഇന്ന് രാവിലെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. മോട്ടൂരിൽ നിന്ന് ഇംഫാലിലേക്ക് വരികയായിരുന്ന 6 ഡോഗ്ര സൈനിക വ്യൂഹമാണ് ആക്രമിക്കപ്പെട്ടത്. ചരിത്രത്തിലാദ്യമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ലാഭത്തിൽ. പ്രവർത്തനം തുടങ്ങി 10 വർഷത്തിനിടെ ഇതാദ്യമായി എയർ ഇന്ത്യ എക്സ്പ്രസ് 100 കോടി രൂപയുടെ ആദായം നേടിയെന്ന് റിപ്പോർട്ട്. 2014-15 കണക്കുകളനുസരിച്ചാണ് മുൻ സാമ്പത്തിക വർഷം 300 കോടി രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനി ലാഭം നേടിയത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും സർവീസുകൾ നടത്തുന്നുണ്ട്. ഇന്ധനവില കുറഞ്ഞതും മാനേജ്മെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചതുമാണ് കമ്പനി ലാഭത്തിലെത്താൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ വർഷം 23% ഏവിയേഷൻ ഫ്യൂവൽ വിലയിൽ കുറവുണ്ടായത്. വിമാന സർവീസിന്റെ 40 മുതൽ 60% വരെ ചെലവ് ഇന്ധനത്തിന് വേണ്ടി വരുന്നതാണ്. പ്രതിവാരം 175 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. വരും വർഷത്തേക്ക് 170 കോടി രൂപ ലാഭമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസുകളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാൻ സലീംരാജ് ഉൾപ്പെടെ 10 പേരെ CBI അറസ്റ്റ് ചെയ്തു. കടകംപള്ളി കേസിൽ സലീംരാജിന് പുറമെ 1-ാം പ്രതിയും ഇടനിലക്കാരനുമായ CK ജയറാം, 2-ാം പ്രതി സലീംരാജിന്റെ സഹോദരി ഭർത്താവ് CH അബ്ദുൽ മജീദ്, 3-ാം പ്രതി ഇടവ സ്വദേശി A നിസാർ, 10-ാം പ്രതി ഇടവ സ്വദേശി MA അബ്ദുൽ അഷ്റഫ്, 24-ാം പ്രതിയും ഡെപ്യൂട്ടി തഹസിൽദാറുമായ വിദ്യോദയ കുമാർ, 28-ാം പ്രതി ശാസ്തവട്ടം സ്വദേശി SM സലീം എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം CBI കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 3 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. ഗൂഢാലോചന കുറ്റമാണ് സലീംരാജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏത് രാത്രിയിൽ വന്നു വിളിച്ചാലും ഉത്തരം നൽകാമെന്ന് ന്യൂനപക്ഷങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം നേതാക്കളുടെ പ്രതിനിധി സംഘത്തോടാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ മുഖ്യ ഇമാം ഉമർ അഹമ്മദ് ഇല്യാസിയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘമാണ് മോദിയെ സന്ദർശിച്ചത്. മുസ്ലിംകളുടെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവരോട് ചർച്ച നടത്തി. 45 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചയിലാണ് മുസ്ലിംകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏത് അർദ്ധരാത്രിയിലും തന്നെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയത്. മുസ്ലിം സമൂഹത്തിന്റെ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ഏത് അർദ്ധരാത്രിയിലും മുസ്ലിംകൾക്ക് പ്രധാനമന്ത്രിയുടെ വാതിൽ തുറന്നു തരുമെന്ന് ഇല്യാസി പറഞ്ഞു. അർദ്ധരാത്രിയിലാണ് തന്റെ വാതിലിൽ നിങ്ങൾ മുട്ടുന്നതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നുവെന്നും മോദി പറഞ്ഞതായി ഇല്യാസി വ്യക്തമാക്കി. രാജ്യത്ത് മുസ്ലിംകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മുസ്ലിംകളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ചും സംഘം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി.
കഴിഞ്ഞ വർഷം വൻ ഭൂരിപക്ഷത്തോടെ ബിജെപി അധികാരത്തിലേറിയതിനു ശേഷം രാജ്യത്ത് മുസ്ലിം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വിവിധ രൂപങ്ങളിൽ ആക്രമണങ്ങൾ അരങ്ങേറിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പുതിയ വാഗ്ദാനം രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യം കടുത്ത വരൾച്ചയിലേക്കെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയുടെ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടാകും. 35 വർഷത്തിനിടെയുണ്ടാകുന്ന ഏറ്റവും വലിയ വരൾച്ചയായിരിക്കും ഇത്തവണയുണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ദേശീയ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വരൾച്ച മുന്നറിയിപ്പാണ് ഇത്. ഇത്തവണ ശരാശരി മഴ ലഭ്യത 88% മാത്രമായിരിക്കുമെന്നാണ് പ്രവചനം. 90% മഴ ലഭിച്ചാൽ പോലും വരൾച്ചാ വർഷമായി പ്രഖ്യാപിക്കാം. കഴിഞ്ഞ വർഷവും മൺസൂൺ ലഭ്യത 88%. അപൂർവമായാണ് തുടർച്ചയായ വർഷങ്ങളിൽ വരൾച്ച പ്രവചിക്കപ്പെടുന്നത്. സമയം തെറ്റി പെയ്ത വേനൽ മഴയുടെ ദുരിതം നേരിടുന്ന കാർഷിക രംഗത്തെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനും ദേശീയ വളർച്ചാ നിരക്കിൽ ഇടിവ് സംഭവിക്കുന്നതിനും കാരണമാകും. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട എൽനിനോ പ്രതിഭാസവും ഇന്ത്യ മഹാസമുദ്രത്തിലെ താപനിലയിലുണ്ടായ ഗണ്യമായ വർധനയുമാണ് മഴയുടെ ലഭ്യതക്കുറവിനുള്ള കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം നടത്താൻ തീരുമാനിച്ച ഇസ്രായേൽ സന്ദർശനം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ലംഘനമാണെന്ന് പ്രാദേശിക അറബ് പത്രമായ അൽ ഖലീജ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പത്രത്തിന്റെ 1-ാം പേജിലാണ് മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ന്യൂഡൽഹിയുടെ പരമ്പരാഗത നയത്തിന്റെ ലംഘനം എന്ന തലക്കെട്ടോടെ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി സന്ദർശനത്തിനിടെ മോദി ചർച്ച നടത്തുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ മാറി വന്ന ഇന്ത്യൻ സർക്കാരുകൾ അന്താരാഷ്ട്ര സമൂഹത്തോടൊപ്പം ചേർന്ന് പലസ്തീനിന്റെ കൂടെ നിന്ന പാരമ്പര്യമാണുള്ളത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കാലത്ത് ഭരണം നടത്തിയ ഒരു പ്രധാനമന്ത്രിയും ഇസ്രായേൽ സന്ദർശിക്കാൻ മുതിർന്നിട്ടില്ലെന്ന പാരമ്പര്യമാണ് മോദി ഭേദിക്കുന്നത്. പലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യയുടെ മുൻ നിലപാടുകളിൽ നിന്നുള്ള മാറ്റമായിട്ടാണ് സന്ദർശനം വ്യക്തമാക്കുന്നതെന്നും പത്രം പറയുന്നു. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവു നായകളിൽ നിന്ന് കടിയേറ്റാൽ ഇനി കുടുങ്ങിയത് തന്നെ. നായയുടെ കടിയേൽക്കുന്നവർക്ക് നൽകുന്ന പ്രതിരോധ വാക്സിനായ റാബിക്സ് വാക്സിന് സംസ്ഥാനത്ത് കടുത്ത ക്ഷാമം നേരിടുന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ വാക്സിൻ എത്തിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും തീരുമാനമൊന്നും പിന്നീട് നടപ്പായില്ല. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ആവശ്യത്തിന് വാക്സിൻ സ്റ്റോക്ക് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതും നടന്നിട്ടില്ല. നിലവിൽ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് പേരിനെങ്കിലും വാക്സിൻ ഇപ്പോൾ സ്റ്റോക്കുള്ളത്. സംസ്ഥാനത്ത് അടുത്തിടെയായി തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പോലും ആരോഗ്യവകുപ്പ് വേണ്ടത്ര മുൻകരുതൽ എടുത്തിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. തെരുവുനായയുടെ കടിയേറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അടുത്തിടെ നിരവധി പേരാണ് ചികിത്സ തേടിയത്. ഇത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വേണ്ട മുൻകരുതൽ സ്വീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പോലും തെരുവുനായയുടെ ആക്രമവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി എത്തിയിരുന്നു. നായയുടെ കടിയേൽക്കുന്നവർക്ക് പുറമെ പൂച്ച, എലി എന്നിവയുടെ കടിയേൽക്കുന്നവർക്കും ഇവയുടെ നഖം തട്ടിയുള്ള ക്ഷതങ്ങൾക്കും ഇതേ വാക്സിൻ തന്നെയാണ് നൽകുന്നത്. 7 വരെ ഡോസാണ് കടിയേൽക്കുന്നവർക്ക് സാധാരണയായി നൽകുന്നത്. ഇത് സർക്കാർ ആശുപത്രികളിൽ പൂർണ്ണമായും സൌജന്യമായാണ് നൽകുന്നത്. എന്നാൽ ഇവ സ്റ്റോക്കില്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരടക്കമുള്ളവർ. 3000 രൂപ വരെയാണ് സ്വകാര്യ ആശുപത്രിയിൽ ഇതിനായി ഈടാക്കുന്നത്. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറന്നതോടെ തെരുവുനായകൾ വിദ്യാർത്ഥികൾക്കും ഏറെ ഭീഷണിയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വാക്സിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വാക്സിൻ എത്തിക്കണമെന്നാണ് ആവശ്യം. തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയാത്ത അധികൃതർക്ക് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ജാഗ്രത കാണിക്കാനാവുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. സൌദിയിൽ നിന്ന് റീഎൻട്രി വിസയിൽ രാജ്യത്തിന് പുറത്തുപോയി വരാതിരുന്നാൽ 3 വർഷത്തേക്ക് ഇനി സൌദിയിലേക്ക് വരാൻ കഴിയില്ല. വിശദമായ റിപ്പോർട്ടിലേക്ക്. റീഎൻട്രി വിസയിൽ രാജ്യത്തിന് പുറത്തുപോയ ശേഷം വിസ കാലാവധിക്കുള്ളിൽ സൌദിയിലേക്ക് തിരിച്ചെത്താത്ത വിദേശികൾക്ക് വിസ കാലാവധി കഴിഞ്ഞ് 3 വർഷത്തേക്ക് രാജ്യത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ജവാസാത്ത് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ കേണൽ മുഹമ്മദ് അസൈദ് വെളിപ്പെടുത്തി. തൊഴിൽ വിസയ്ക്ക് പുറമെ സന്ദർശക വിസയോ ഹജ്ജ് ഉംറ വിസയോ ഇത്തരക്കാർക്ക് അനുവദിക്കുകയില്ലെന്നും മുഹമ്മദ് അസൈദ് പറഞ്ഞു. എന്നാൽ ഫൈനൽ എക്സിറ്റ് വിസയിൽ പോകുന്നവർക്ക് ഈ നിയമം ബാധകമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. റീഎൻട്രി വിസയിൽ പോയവർക്ക് നേരെ നിലവിലെ സ്പോൺസർക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ആ പരാതി പരിഹരിച്ചതിനു ശേഷമേ 3 വർഷത്തെ വിലക്കിനു ശേഷവും പുതിയ വിസ അനുവദിക്കുകയുള്ളൂ എന്നും കേണൽ പറഞ്ഞു.
നേരത്തെ രാജ്യത്തിന് പുറത്തുപോയി വിസ കാലാവധിക്കുള്ളിൽ സൗദിയിലേക്ക് വരാതിരുന്നാൽ 2 വർഷത്തിനു ശേഷം തൊഴിൽ വിസയിലോ മറ്റോ വരുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. കൂടാതെ ഉംറ വിസ, സന്ദർശക വിസ എന്നിവയ്ക്ക് വിലക്കുമുണ്ടായിരുന്നില്ല. ജിദ്ദയിൽ നിന്നും KMIC ന്യൂസിന് വേണ്ടി അലി AR നഗർ. UAE വിശേഷങ്ങളുമായി ഇബ്രാഹിം മേലെപ്പാറ ചേരുന്നു. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ദുബായിയുടെ മുഖച്ഛായക്ക് അനുയോജ്യമായ രീതിയിൽ എമിറേറ്റ്സിലെ ഗ്രോസറികൾക്ക് നവീകരണം കൊണ്ടുവരാൻ അധികൃതർ ആലോചിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ അബുദാബിയിലെ എല്ലാ ഗ്രോസറികളും നവീകരണം പൂർത്തീകരിച്ചിരുന്നു. ദുബായിലെ റെയിൽ, റോഡ്, പൊതുഗതാഗത പദ്ധതികളിൽ അമേരിക്കൻ വാണിജ്യ വിഭാഗവും RTA-യും പരസ്പരം സഹകരിക്കുമെന്ന് RTA ചെയർമാൻ മതർ അൽ തയാർ അറിയിച്ചു. സ്ഫോടനത്തിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ശരീരം മെലിയാൻ ഉപയോഗിക്കുന്ന DNP ഗുളികകൾക്ക് UAE-യിൽ നിരോധനം ഏർപ്പെടുത്തി. പള്ളികൾക്ക് മുമ്പിൽ ക്രമം തെറ്റിയും വഴിമുടക്കിയും വാഹനം പാർക്ക് ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഷാർജ പോലീസ് രംഗത്ത്. വിശുദ്ധ റംസാന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധനയുടെ പേരിൽ വഴിമുടക്കികളാകുന്നവരെ ലക്ഷ്യം വെച്ചാണ് പോലീസിന്റെ മുന്നറിയിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ദുബായിക്ക് 4ാം സ്ഥാനം. മാസ്റ്റർ കാർഡ് ഗ്ലോബൽ സൂചിക പ്രകാരമാണ് ദുബായിയുടെ ഈ നേട്ടം. ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഫൌണ്ടേഷൻ റംസാന്റെ മുന്നോടിയായി 21 രാജ്യങ്ങളിലേക്ക് 311 ടൺ ഈത്തപ്പഴം കയറ്റി അയക്കുന്നു. നോമ്പനുഷ്ഠിക്കുന്നവർക്ക് സൌജന്യമായി വിതരണം ചെയ്യാൻ വേണ്ടിയാണിവ. വാഹനങ്ങളിലെ ക്രിമിനലുകളെ കണ്ടെത്തുവാൻ അത്യാധുനിക രീതിയിലുള്ള ക്യാമറകൾ അധികം വൈകാതെ ഏർപ്പെടുത്തുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ഗൾഫിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് അല്ലൈനിലെ സ്വൈഹാനിലും കുവൈത്തിലെ ഡാൽമിയയിലുമാണ്. 2 സ്ഥലങ്ങളിലും 50.5 ഡിഗ്രിയായിരുന്നു ചൂട് എന്ന് ദേശീയ മെറ്റീരിയോളജി കേന്ദ്രം അറിയിച്ചു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഗൾഫ് രാജ്യങ്ങളിൽ ഈ മാസം അവസാനം തുടങ്ങുന്ന സ്കൂൾ അവധി മുന്നിൽ കണ്ട വിമാന കമ്പനികൾ കേരളത്തിലേക്കുള്ള യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി. അതിനിടെ പ്രവാസികൾ കപ്പലിൽ യാത്ര ചെയ്യാൻ തയ്യാറായാൽ അതിനുള്ള സൌകര്യം സർക്കാർ ചെയ്തു തരുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നേരത്തെ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരാൾക്ക് 12,000 രൂപയാണെങ്കിൽ ഇപ്പോൾ അത് 50,286 രൂപ വരെയാണ് ഈടാക്കുന്നത്. റൺവേ നവീകരണത്തിന്റെ ഭാഗമായും സർവീസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തിയുണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തിയുണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശതൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം ഇന്ന് ആരംഭിച്ചു. രാവിലെ 9-ന് ഓൾ ഇന്ത്യ ഉലമാ മശായിഖ് ബോർഡ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് മിയ അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. SJM പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ ദേശീയ സെക്രട്ടറി ഡോക്ടർ ഫാസിൽ കാവൽക്കട്ട, ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, സയ്യിദ് നൂറുൽ ഐൻ ചിസ്തി, സയ്യിദ് യൂസുഫ് കണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ 10-ന് ആരംഭിച്ച അധ്യാപക സമ്മേളനം അല്ലാമ ഫീർ തൻവീർ ഹാഷ്മി ബീജാപൂർ ഉദ്ഘാടനം ചെയ്തു. അബു ഹനീഫൽ ഫൈസി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പ്രമേയ പ്രഭാഷണം നടത്തി. മുഫ്തി ഹഫീസ് മുബാറക്പൂർ, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, മൌലാന ആരിഫ് റസ്വി മുംബൈ തുടങ്ങിയവർ സംബന്ധിച്ചു. 2 മണിക്ക് നടന്ന നേതൃസംഗമത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് കോർഡിനേറ്റർമാർ സംബന്ധിച്ചു. ഹസ്രത്ത് മൽഹർ റബ്ബാനി ബംഗാളിന്റെ അധ്യക്ഷതയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു.
മുഫ്തി അൻഫാസുൽ ഹുസൈൻ UP, ഡോക്ടർ ഷൌക്കത്ത് നഈമി കാശ്മീർ പ്രസംഗിച്ചു. 4 മണിക്ക് നടന്ന മദ്രസ മാനേജ്മെന്റ് സമ്മേളനം ഷെയ്ഖുൽ ഹദീസ് ഖമറെ ആലം അഷ്റഫിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി വിഷയാവതരണം നടത്തി. ഡോക്ടർ അൻവർ അഹമ്മദ് ബഗ്ദാദി, ഹസ്രത്ത് ഹാഫിളുർ റഹ്മാൻ രാജസ്ഥാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നാളെ വൈകുന്നേരം 7-ന് അജ്മീർ ദർഗാ ഷെരീഫിൽ നടക്കുന്ന സമാപന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അല്ലാമ സയ്യിദ് മുഹമ്മദ് മഹ്ദി മിയ ചിശ്തി അധ്യക്ഷത വഹിക്കും. മുഫ്തി ആരിഫ് ബറക്കാത്തെ ഇൻഡോർ, VPM ഫൈസി വില്യാപ്പള്ളി, സയ്യിദ് യൂസുഫ് ഹുസൈൻ ഹൈദരാബാദ്, അല്ലാമ ഷെയ്ഖ് ഖമറുൽ ആലം ബീഹാർ, ഡോക്ടർ ഇഫ്ലുർ റഹ്മാൻ, ഹാജി മുഹമ്മദ് അൻവർ ഷെരീഫ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിക്കും. തിരൂരങ്ങാടി മേലേച്ചിന ജുമാ മസ്ജിദ് ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് കാന്തപുരം ഉസ്താദ് നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധം നടത്തി ചേളാരി വിഭാഗം അപഹാസ്യരാവുന്നു. സമുദായത്തിനിടയിലുള്ള ഭിന്നത അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മേലേച്ചിനയിലെ പ്രവർത്തകർ ഇരുവിഭാഗത്തിലെയും നേതാക്കളായ ഹൈദരലി തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും ചടങ്ങിന് ക്ഷണിച്ചത്. വരാമെന്ന് ഉറപ്പു നൽകിയ ഹൈദരലി തങ്ങൾ ചേളാരി വിഭാഗത്തിന്റെ ശക്തമായ സമ്മർദ്ദം കാരണമാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വേദി പങ്കിടാതിരിക്കുന്നത് തെറ്റാണ് എന്ന കാന്തപുരം ഉസ്താദിന്റെ പരാമർശം ദുർവ്യാഖ്യാനിച്ച് 2 ദിവസമായി തങ്ങളുടെ മുഖപത്രത്തിൽ കോളങ്ങൾ നിരത്തുകയാണ് ചേളാരി വിഭാഗം. കാന്തപുരത്തിന്റെ പ്രസ്താവന മുസ്ലിം ലീഗ് പ്രവർത്തകരെ സ്വാധീനിക്കുമെന്ന തോന്നലാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് അറിയുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ഐക്യത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ചേളാരി മുഖപത്രത്തിൽ ലേഖനമെഴുതിയ SKSSF സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്ത് എന്നതാണ് രസാവഹം. നേതാക്കൾ ഒരുമിച്ച് വേദി പങ്കിടുന്നതിൽ അസ്വസ്ഥത കാണിക്കുന്നവർ മുസ്ലിം ഐക്യവുമായി മുന്നോട്ടുവരുന്നത് സമുദായത്തെ കബളിപ്പിക്കാനാണെന്ന് പരക്കെ ആക്ഷേപമുയരുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ശിഹാബ് തങ്ങളും ഒന്നിച്ച് നിരവധി വേദികൾ പങ്കിട്ട കാന്തപുരം ഉസ്താദ് പാണക്കാട് തറവാട് സന്ദർശിച്ചിട്ടുമുണ്ട്. മുസ്ലിം ലീഗും പാണക്കാട് തങ്ങന്മാരും കാന്തപുരവുമായി അടുത്താൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന ഭയമാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്ന് വ്യക്തമാണ്. സുന്നി ഐക്യശ്രമങ്ങൾക്കിടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ചേളാരി വിഭാഗം വഴിയിൽ തടഞ്ഞത് മകൻ മുനവ്വർ അലി തങ്ങളാണ് മുമ്പ് വെളിപ്പെടുത്തിയത്. സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ കാന്തപുരത്തെ പാണക്കാട് വിരോധിയാക്കി ചിത്രീകരിക്കാനുള്ള ചേളാരി വിഭാഗത്തിന്റെ കുൽസിത ശ്രമങ്ങൾക്ക് സോഷ്യൽ മീഡിയ തടയിട്ടു കഴിഞ്ഞു. നാളേക്കൊരു തണൽ എന്ന പ്രമേയത്തിൽ SSF സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈ നട്ട് വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K സുരേഷ് കുറുപ്പ് MLA, കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ KRG വാര്യർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TG തോമസ് ജേക്കബ്, M അബ്ദുൽ മജീദ്, KSM റഫീഖ് അഹമ്മദ് സഖാഫി, മുഹമ്മദ് അലി കിന്നാലൂർ, CK ഷക്കീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ മുന്നോടിയായി SSFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ലഘുലേഖകൾ വിതരണം ചെയ്യും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ 6500 യൂണിറ്റ്, 509 സെക്ടർ, 89 ഡിവിഷൻ, 14 ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 10 വീതം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. SSF പ്രവർത്തകർ സ്വന്തം വീട്ടുവളപ്പിൽ 3 വീതം തൈകൾ വെച്ചുപിടിപ്പിക്കും. നടുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. SSF സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി KKM ഹാഷിർ സഖാഫി, SYS കോട്ടയം ജില്ലാ പ്രസിഡന്റ് KSM റഫീഖ് അഹമ്മദ് സഖാഫി, SSF ജില്ലാ പ്രസിഡന്റ് അൻവർ മദനി, സ്വാഗത സംഘം കൺവീനർ നവാസ് A ഖാദർ, സുൽഫി കോട്ടയം എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാന്തപുരം ഉസ്താദിനെതിരെ പ്രതിഷേധം, ചേളാരി വിഭാഗം വീണ്ടും അപഹാസ്യരാവുന്നു. പാതിരാത്രി വന്നു വിളിച്ചാലും വാതിൽ തുറക്കുമെന്ന് മുസ്ലിം നേതാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൾഫ് രാജ്യങ്ങളിൽ സ്കൂൾ അവധി, യാത്രാനിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചാ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചരിത്രത്തിലാദ്യമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ലാഭത്തിൽ, അതും 100 കോടി രൂപ. മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ലംഘനമെന്ന് അറബ് പത്രം. അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം അജ്മീർ ഷെരീഫിൽ ആരംഭിച്ചു. തത്സമയം KMIC-യിൽ. നാളേക്കൊരു തണൽ SSF പരിസ്ഥിതി വാരാചരണം മന്ത്രി തിരുവഞ്ചൂർ ഉദ്ഘാടനം ചെയ്തു.
കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജ് ഉൾപ്പെടെ 7 പേർ അറസ്റ്റിൽ. മണിപ്പൂരിൽ തീവ്രവാദി ആക്രമണം, 10 സൈനികർ കൊല്ലപ്പെട്ടു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.